ഈ സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം 3 പേരുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ സംശയ നിഴലിലുള്ളത്. കൂടുതൽ ആളുകൾ സെബാസ്റ്റ്യന്റെ ഈ വലയത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. ആരൊക്കെയാണ് നിലവിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആ സംശയങ്ങൾ കൂടുതൽ ദൃഢമായി നിൽക്കുന്ന കേസുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം ബിന്ദു പത്മനാഭനാണ്. അവരെ 47 വയസ്സുള്ളപ്പോഴാണ് അവരെ കാണാതാകുന്നത്. അത് 2006 ചേർത്തല സ്വദേശിയാണ് ബിന്ദു പത്മനാഭൻ. അവർ കുടുംബവുമായി അത്ര ബന്ധം പുലർത്തിയിരുന്ന ആളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ MBA ബിരുദധാരിയാണ്. കുടുംബവുമായി അധികം ബന്ധമില്ലാത്തതിനാൽ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ സെബാസ്റ്റ്യന്റെ വലയത്തിൽ ഇവർ പെട്ടിട്ടുണ്ടാകാമെന്ന സംശയമാണ് നിലവിലുള്ളത്. കോടികളുടെ സ്വത്ത് ഇവർക്കുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഐഷ 54 വയസ്സാണ് ഐഷയെ കാണാതാകുമ്പോഴുള്ളത്. 2012 മെയ് 12 അവരെ കാണാതായത്. ഇത്രയും വർഷങ്ങളുടെ 1.5 ദശകത്തോളം പിന്നിട്ടിരിക്കുന്നു ഇവരെ കാണാതായിട്ട്. മക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് 2019 കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് പോലീസ് കൈമാറുകയും ചെയ്തതാണ്. ഇവരുടെ മരണത്തിലും സെബാസ്റ്റ്യൻ ബന്ധമുള്ളതായി സംശയിക്കുന്നു. പിന്നെയാണ് സിന്ധു, 43 വയസ്സാണ് സിന്ധുവിന് കാണാതായത്. 2020 ഒക്ടോബറിലാണ്. അതായത് ഈ 3 കേസുകളിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ കാലം മുൻപ് കാണാതായ ആളാണ് സിന്ധു. സിന്ധുവിൻ്റെ മാതാവിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. മകളുടെ വിവാഹ നിശ്ചയത്തിന് തൊട്ടു മുൻപാണ് ഇവരെ കാണാതായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അർത്തുങ്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചിരുന്നു. അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ജൈനമ്മ 56 വയസ്സ്. ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ പെട്ടെന്ന് പോലീസിൻ്റെ വലയിലാവുകയും തുടർന്ന് മറ്റു കേസുകൾ പൊങ്ങി വരികയും ചെയ്യുന്നത്. ജൈനമ്മ 56 വയസ്സ്, ഏറ്റുമാനൂർ സ്വദേശിയാണ്. അവരെ കാണാതായത് 2024 ഡിസംബറിലാണ്. ഇവരുടെയും അല്ലെങ്കിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ ചുമതലയുള്ള കേസാണ്. ഇവരുടെയും ബന്ധുക്കളുടെയൊക്കെ സഹോദരൻ്റെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ്. ഈ കാണാതാവുന്ന ദിവസവും വിളിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സഹോദരനൊക്കെ നമ്മളോട് പിന്നീട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ദുരൂഹതകൾ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. പോലീസ് വളരെ കിണഞ്ഞ് പരിശ്രമിക്കുന്നു തെളിവുകൾ കണ്ടെത്താൻ. സെബാസ്റ്റ്യനിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ കിട്ടാത്തതും പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഇനി